PSC മലയാളം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് നവംബർ 22 പുറത്തിറങ്ങിയ തൊഴിൽ വാർത്തയിലെ പുതിയ SCERT ചാപ്റ്ററുകളുടെ ബേസ് ചെയ്തിട്ടുള്ള പോയിന്റുകളാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഫസ്റ്റ് പോയിന്റ്, വർഷങ്ങൾക്ക് മുൻപ് നാം വിധിയുമായി ഒരു കൂടിക്കാഴ്ച നടത്തി. ആ പ്രതിജ്ഞ പൂർണ്ണമല്ലെങ്കിലും സുപ്രധാനമായി തന്നെ നമ്മൾ നിറവേറ്റിയ സമയമായിരിക്കുന്നു. ഇന്ന് പാതിരാമണി മുഴങ്ങുമ്പോൾ ഇന്ത്യ ഉണർന്നെഴുന്നേൽക്കും. പൊതുജീവിതത്തിലേക്കും സ്വാതന്ത്ര്യത്തിലേക്കും സ്വാതന്ത്ര്യ പുലരിയിലെ രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്ത് ഇപ്രകാരം പ്രസംഗിച്ചതാര്? ജവഹർലാൽ നെഹ്റു. വർഷങ്ങൾക്ക് മുൻപ് നാം വിധിയുമായി ഒരു കൂടിക്കാഴ്ച നടത്തി. ആ പ്രതിജ്ഞ പൂർണ്ണമല്ലെങ്കിലും സുപ്രധാനമായി തന്നെ നമ്മൾ നിറവേറ്റിയ സമയമായിരിക്കുന്നു. എന്ന് പാതിരാമണി മുഴങ്ങുമ്പോൾ ഇന്ത്യ ഉണർന്നെഴുന്നേൽക്കും. പൊതുജീവിതത്തിലേക്കും സ്വാതന്ത്ര്യത്തിലേക്കും സ്വാതന്ത്ര്യ പുലരിയിൽ രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്ത് ഇപ്രകാരം പ്രസംഗിച്ചതാര്? ജവഹർലാൽ നെഹ്റു. സ്വാതന്ത്ര്യ ഇന്ത്യ ജനങ്ങൾക്കു നൽകിയ പ്രധാനപ്പെട്ട 2 വാഗ്ദാനങ്ങൾ ഏതെല്ലാമായിരുന്നു? ജനാധിപത്യ ഭരണക്രമവും ക്ഷേമരാഷ്ട്ര നിർമ്മാണവും. സ്വതന്ത്ര ഇന്ത്യ ജനങ്ങൾക്ക് നൽകിയ പ്രധാനപ്പെട്ട 2 വാഗ്ദാനങ്ങൾ ഏതെല്ലാമായിരുന്നു? ജനാധിപത്യ ഭരണക്രമവും ക്ഷേമരാഷ്ട്ര നിർമ്മാണവും. ഭരണഘടനാ നിർമ്മാണ സഭയിൽ 1946 ഡിസംബർ 13 ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചതാര്? ജവഹർലാൽ നെഹ്റു. ഭരണഘടനാ നിർമ്മാണ സഭയിൽ 1946 ഡിസംബർ 13 ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചതാര്? ജവഹർലാൽ നെഹ്റു. ലക്ഷ്യപ്രമേയം ഉൾക്കൊണ്ടിരുന്ന പ്രധാന ആശയങ്ങൾ എന്തിൽ നിന്നുള്ളതായിരുന്നു? ദേശീയ പ്രസ്ഥാനം മുന്നോട്ട് വെച്ച ആശയങ്ങൾ. ലക്ഷ്യപ്രമേയം ഉൾക്കൊണ്ടിരുന്ന പ്രധാന ആശയങ്ങൾ എന്തിൽ നിന്നുള്ളതായിരുന്നു? ദേശീയ പ്രസ്ഥാനം മുന്നോട്ട് വെച്ച ആശയങ്ങൾ. ലക്ഷ്യപ്രമേയത്തിൽ അവതരിപ്പിച്ച ആശയങ്ങൾ പിന്നീട് ഭരണഘടനയുടെ ഏത് ഭാഗമായി മാറി? ആമുഖം. ലക്ഷ്യപ്രമേയത്തിൽ അവതരിപ്പിച്ച ആശയങ്ങൾ പിന്നീട് ഭരണഘടനയുടെ ഏത് ഭാഗമായി മാറി? ആമുഖം. ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ സമിതി രൂപവൽക്കരിക്കപ്പെട്ടതെന്ന്? 1946 ഡിസംബർ 6. ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ സമിതി രൂപവൽക്കരിക്കപ്പെട്ടതെന്ന്? 1946 ഡിസംബർ 6. എന്തിൻ്റെ നിർദ്ദേശാനുസരണമാണ് ഭരണഘടനാ നിർമ്മാണ സമിതി രൂപവൽക്കരിച്ചത്? ക്യാബിനറ്റ് മിഷൻ. എന്തിൻ്റെ നിർദ്ദേശാനുസരണമാണ് ഭരണഘടനാ നിർമ്മാണ സമിതി രൂപവൽക്കരിച്ചത്? ക്യാബിനറ്റ് മിഷൻ. 1946 ഡിസംബർ 9 മുതൽ എത്ര കാലയളവ് കൊണ്ടാണ് ഇന്ത്യൻ ഭരണഘടന നിർമ്മിച്ചത്? 2 വർഷവും 11 മാസവും 17 ദിവസവും. 1946 ഡിസംബർ 9 മുതൽ എത്ര കാലയളവ് കൊണ്ടാണ് ഇന്ത്യൻ ഭരണഘടന നിർമ്മിച്ചത്? 2 വർഷവും 11 മാസവും 17 ദിവസവും. ഇന്ത്യൻ ഭരണഘടനയുടെ കരടിന് ഭരണഘടനാ നിർമ്മാണ സമിതി അംഗീകാരം നൽകിയതെന്ന്? 1949 നവംബർ 26. ഇന്ത്യൻ ഭരണഘടനയുടെ കരടിന് ഭരണഘടനാ നിർമ്മാണ സമിതി അംഗീകാരം നൽകിയതെന്ന്? 1949 നവംബർ 26. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നതെന്ന്? 1950 ജനുവരി 26. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നതെന്ന്? 1950 ജനുവരി 26. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുമ്പോൾ അതിൻ്റെ ഉള്ളടക്കം എന്തായിരുന്നു? 22 ഭാഗങ്ങൾ, 395 വകുപ്പുകൾ, 8 പട്ടികകൾ. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുമ്പോൾ അതിൻ്റെ ഉള്ളടക്കം എന്തായിരുന്നു? 22 ഭാഗങ്ങൾ, 395 വകുപ്പുകൾ, 8 പട്ടികകൾ. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ പ്രതിപാദിക്കുന്ന തീയതി ഏത്? 1949 നവംബർ 26. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ പ്രതിപാദിക്കുന്ന തീയതി ഏത്? 1949 നവംബർ 26. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം ആരംഭിക്കുന്നത് എങ്ങനെ? ഭാരതത്തിലെ ജനങ്ങളായ നാം. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം ആരംഭിക്കുന്നത് എങ്ങനെ? ഭാരതത്തിലെ ജനങ്ങളായ നാം എന്നിങ്ങനെയാണ് ആമുഖം ആരംഭിക്കുന്നത് കേട്ടോ. ഭരണഘടനയുടെ നിയമനിർമ്മാണ വിഭാഗം കാര്യനിർവഹണ വിഭാഗത്തെ നിയന്ത്രിക്കുന്ന ഏത് തരം ജനാധിപത്യ ക്രമമാണ് ഇന്ത്യൻ ഭരണഘടന മുന്നോട്ട് വയ്ക്കുന്നത്? പാർലമെന്ററി ജനാധിപത്യം. നിയമനിർമ്മാണ വിഭാഗം കാര്യനിർവഹണ വിഭാഗത്തെ നിയന്ത്രിക്കുന്ന ഏതു തരം ജനാധിപത്യ ക്രമമാണ് ഇന്ത്യൻ ഭരണഘടന മുന്നോട്ട് വയ്ക്കുന്നത്? പാർലമെന്ററി ജനാധിപത്യം. ചില വ്യവസ്ഥകൾ സാധാരണ രീതിയിലും മറ്റ് ചിലത് പ്രത്യേക നടപടിക്രമങ്ങളിലൂടെയും ഭേദഗതി ചെയ്യാനാകുന്ന ഇന്ത്യൻ ഭരണഘടനാ വ്യവസ്ഥയുടെ ഘടന എന്ത്? ദൃഢവും അയവുള്ളതുമായ ഘടന. ചില വ്യവസ്ഥകൾ സാധാരണ രീതിയിലും മറ്റ് ചിലത് പ്രത്യേക നടപടിക്രമങ്ങളിലൂടെയും ഭേദഗതി ചെയ്യാനാകുന്ന ഇന്ത്യൻ ഭരണഘടനാ വ്യവസ്ഥയുടെ ഘടന എന്ത്? ദൃഢവും അയവുള്ളതുമായ ഘടന. ഓരോ വ്യക്തിക്കും രാഷ്ട്രം ഉറപ്പാക്കേണ്ട അടിസ്ഥാന അവകാശങ്ങൾ പ്രതിപാദിക്കുന്ന ഭരണഘടനാ ഭാഗമേത്? മൗലികാവകാശങ്ങൾ. ഓരോ വ്യക്തിക്കും രാഷ്ട്രം ഉറപ്പാക്കേണ്ട അടിസ്ഥാന അവകാശങ്ങൾ പ്രതിപാദിക്കുന്ന ഭരണഘടനാ ഭാഗമേത്? മൗലികാവകാശങ്ങൾ. പൗരർ രാഷ്ട്രത്തോടും സമൂഹത്തോടും പാലിക്കേണ്ട ഉത്തരവാദിത്തങ്ങൾ പ്രതിപാദിക്കുന്ന ഭാഗമേത്? മൗലിക കർത്തവ്യങ്ങൾ. പൗരർ രാഷ്ട്രത്തോടും സമൂഹത്തോടും പാലിക്കേണ്ട ഉത്തരവാദിത്തങ്ങൾ പ്രതിപാദിക്കുന്ന ഭാഗമേത്? മൗലിക കർത്തവ്യങ്ങൾ. ഭാവി രാഷ്ട്രത്തിൻ്റെ സാമൂഹിക സാമ്പത്തിക അഭിവൃദ്ധിക്കായി രാഷ്ട്രത്തിന് നൽകിയ നിർദ്ദേശങ്ങൾ അടങ്ങിയ ഭരണഘടനാ ഭേദമേത്? മാർഗനിർദ്ദേശ തത്വങ്ങൾ. ഭാവി രാഷ്ട്രത്തിൻ്റെ സാമൂഹിക സാമ്പത്തിക അഭിവൃദ്ധിക്കായി രാഷ്ട്രത്തിന് നൽകിയ നിർദ്ദേശങ്ങൾ അടങ്ങിയ ഭരണഘടനാ ഭേദമേത്? ഭാഗമേത്? മാർഗനിർദ്ദേശക തത്വങ്ങൾ. ഭാഗമേതെന്നാണ് കേട്ടോ. അത് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വന്നതായിരിക്കും. മൊത്തം ജനങ്ങളെയും പ്രതിനിധീകരിക്കുന്ന അധോസഭ അഥവാ ലോകസഭ. നിയമനിർമ്മാണത്തിൽ രണ്ടാമതൊരു ചിന്തയ്ക്കായി സംസ്ഥാനങ്ങളെ പ്രതിനിധീകരിക്കുന്ന ഉപരിസഭ അഥവാ രാജ്യസഭ എന്നിങ്ങനെ 2 സഭകളെ ഉൾക്കൊള്ളുന്ന ഇന്ത്യൻ പാർലമെന്ററി സംവിധാനം ഏത്? ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭ.
മൊത്തം ജനങ്ങളെയും പ്രതിനിധീകരിക്കുന്ന അധോസഭ, അതായത് ലോകസഭ. നിയമനിർമ്മാണത്തിൽ രണ്ടാമതൊരു ചിന്തയ്ക്കായി സംസ്ഥാനങ്ങളെ പ്രതിനിധീകരിക്കുന്ന ഉപരിസഭ, രാജ്യസഭ എന്നിങ്ങനെ 2 സഭകളെ ഉൾക്കൊള്ളുന്ന ഇന്ത്യൻ പാർലമെന്ററി സംവിധാനമേത്? ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭ. ഇന്ത്യൻ ഫെഡറലിസത്തിന്റെ പ്രധാന സവിശേഷത എന്ത്? ശക്തമായ കേന്ദ്ര ഗവൺമെന്റോടു കൂടിയ ഫെഡറലിസം. ഇന്ത്യൻ ഫെഡറലിസത്തിന്റെ പ്രധാന സവിശേഷത എന്ത്? ശക്തമായ കേന്ദ്ര ഗവൺമെന്റോടു കൂടിയ ഫെഡറലിസം. ശക്തമായ കേന്ദ്ര ഗവൺമെന്റോടു കൂടിയ ഫെഡറലിസം. ഭരണഘടനയുടെ അടിസ്ഥാനത്തിൽ അധികാരം 2 തലങ്ങളിലേക്ക് വിഭജിക്കപ്പെടുന്ന ഭരണ സംവിധാനം ഏത്? ഫെഡറലിസം. ഭരണഘടനയുടെ അടിസ്ഥാനത്തിൽ അധികാരം 2 തലങ്ങളിലേക്ക് വിഭജിക്കപ്പെടുന്ന ഭരണ സംവിധാനം ഏത്? ഫെഡറലിസം. ചെറിയൊരു ബോക്സിൽ എന്താണ് ഫെഡറലിസം എന്നുള്ളത് പറയുന്നുണ്ട്. ഇന്ത്യൻ ഫെഡറലിസത്തിന്റെ സവിശേഷതകൾ: കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കുമായി ഒരു പൊതു ഭരണഘടന, കേന്ദ്ര സംസ്ഥാന അധികാര വിഭജനം. കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കുമായി ഒരു പൊതു ഭരണഘടന, കേന്ദ്ര സംസ്ഥാന അധികാര വിഭജനം സവിശേഷതയാണ് കേട്ടോ. ഭരണഘടനയുടെ പരമാധികാരം, അധികാര വിഭജനത്തിൽ കൂടുതൽ വിഷയങ്ങളും പ്രധാന അധികാരങ്ങളും കേന്ദ്രത്തിന്. ഭരണഘടനയുടെ പരമാധികാരം, അധികാര വിഭജനത്തിൽ കൂടുതൽ വിഷയങ്ങളും പ്രധാന അധികാരങ്ങളും കേന്ദ്രത്തിന്. ഏകപൗരത്വം, സ്വതന്ത്രവും നിഷ്പക്ഷവുമായ നീതിന്യായ വ്യവസ്ഥ, അതും ഇതിൻ്റെ സവിശേഷതയാണ് കേട്ടോ. ഏകപൗരത്വം, സ്വാതന്ത്ര്യവും നിഷ്പക്ഷവുമായ നീതിന്യായ വ്യവസ്ഥ. ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള അധികാരങ്ങളിൽ കേന്ദ്രത്തിന് മേൽക്കൈ. ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള അധികാരത്തിൽ കേന്ദ്രത്തിനാണ് മേൽക്കൈ. ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭ അർദ്ധ ഫെഡറൽ സംവിധാനം. ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭ അർദ്ധ ഫെഡറൽ സംവിധാനം. ഇത്രയാണ് അതിൻ്റെ സവിശേഷതകൾ കേട്ടോ. ഇനി അടുത്ത പോയിന്റ്, കേന്ദ്ര ഗവൺമെൻറ്റും സംസ്ഥാന ഗവൺമെൻറ്റുകളും അധികാരം പങ്കിടുന്ന ഭരണക്രമീകരണമേത്? ഫെഡറലിസം. കേന്ദ്ര ഗവൺമെൻറ്റും സംസ്ഥാന ഗവൺമെൻറ്റുകളും അധികാരം പങ്കിടുന്ന ഭരണക്രമീകരണമേത്? ഫെഡറലിസം. ഫെഡറലിസത്തിന്റെ അടിസ്ഥാന സവിശേഷതകളായി കണക്കാക്കപ്പെടുന്നവ എന്തെല്ലാം? എഴുതപ്പെട്ട ദൃഢമായ ഭരണഘടന, അധികാര വിഭജനം, സ്വതന്ത്രമായ നീതിന്യായ വ്യവസ്ഥ. ഫെഡറലിസത്തിന്റെ അടിസ്ഥാന സവിശേഷതകളായി കണക്കാക്കപ്പെടുന്നവ എന്തെല്ലാം? എഴുതപ്പെട്ട ദൃഢമായ ഭരണഘടന, അധികാര വിഭജനം, സ്വതന്ത്രമായ നീതിന്യായ വ്യവസ്ഥ. ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗം 1 അനുച്ഛേദം 1ന്റെ പ്രതിപാദ്യമെന്ത്? യൂണിയന്റെ പേരും ഭൂപ്രദേശങ്ങളും. ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗം 1 അനുച്ഛേദം 1ന്റെ പ്രതിപാദ്യമെന്ത്? യൂണിയന്റെ പേരും ഭൂപ്രദേശങ്ങളും. ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം 1 പ്രസ്താവിക്കുന്നത് എന്ത്? ഇന്ത്യ, അതായത് ഭാരതം, സംസ്ഥാനങ്ങളുടെ ഒരു യൂണിയൻ ആയിരിക്കണം. ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം 1 പ്രസ്താവിക്കുന്നത് എന്ത്? ഇന്ത്യ, അതായത് ഭാരതം, സംസ്ഥാനങ്ങളുടെ ഒരു യൂണിയൻ ആയിരിക്കണം. ഇന്ത്യ ഒരു ഫെഡറൽ രാഷ്ട്രമാണെന്ന് പ്രതിപാദിക്കുന്നത് ഭരണഘടനയുടെ ഏത് ഭാഗത്താണ്? ഭരണഘടനയിൽ ഒരിടത്തും ഫെഡറൽ രാഷ്ട്രമാണെന്ന് പറയുന്നില്ല. ഇന്ത്യ ഒരു ഫെഡറൽ രാഷ്ട്രമാണെന്ന് പ്രതിപാദിക്കുന്നത് ഭരണഘടനയുടെ ഏത് ഭാഗത്താണ്? ഭരണഘടനയിൽ ഒരിടത്തും ഫെഡറൽ രാഷ്ട്രമാണെന്ന് പറയുന്നില്ല. അധികാര വിഭജനം പരാമർശിക്കുന്ന ഭരണഘടനയുടെ പട്ടിക ഏത്? 7ാം പട്ടിക. അധികാര വിഭജനം പരാമർശിക്കുന്ന ഭരണഘടനയുടെ പട്ടിക ഏത്? 7ാം പട്ടിക. അധികാര വിഭജനവുമായി ബന്ധപ്പെട്ട് 7ാം പട്ടികയിലുള്ള 3 തരം ലിസ്റ്റുകളേവ? യൂണിയൻ ലിസ്റ്റ്, സംസ്ഥാന ലിസ്റ്റ്, സമവർത്തി ലിസ്റ്റ്. അധികാര വിഭജനവുമായി ബന്ധപ്പെട്ട് 7ാം പട്ടികയിലുള്ള 3 തരം ലിസ്റ്റുകളേവ? യൂണിയൻ ലിസ്റ്റ്, സംസ്ഥാന ലിസ്റ്റ്, സമവർത്തി ലിസ്റ്റ്. കേന്ദ്ര സർക്കാരിന് സമ്പൂർണ്ണ നിയമനിർമ്മാണ അധികാരമുള്ള വിഷയങ്ങളുടെ പട്ടിക ഏത്? യൂണിയൻ ലിസ്റ്റ്. കേന്ദ്ര സർക്കാരിന് സമ്പൂർണ്ണ നിയമനിർമ്മാണ അധികാരമുള്ള വിഷയങ്ങളുടെ പട്ടിക ഏത്? യൂണിയൻ ലിസ്റ്റ്. ഭരണഘടന നിലവിൽ വരുമ്പോൾ യൂണിയൻ ലിസ്റ്റിൽ എത്ര വിഷയങ്ങൾ ഉണ്ടായിരുന്നു? 97 വിഷയങ്ങൾ. ഭരണഘടന നിലവിൽ വരുമ്പോൾ യൂണിയൻ ലിസ്റ്റിൽ എത്ര വിഷയങ്ങൾ ഉണ്ടായിരുന്നു? 97 വിഷയങ്ങൾ. യൂണിയൻ ലിസ്റ്റിലെ വിഷയങ്ങൾക്ക് ഉദാഹരണങ്ങളേവ? വിദേശകാര്യം, പ്രതിരോധം, റെയിൽവേ, ബാങ്കിംഗ്, പൗരത്വം. യൂണിയൻ ലിസ്റ്റിലെ വിഷയങ്ങൾക്ക് ഉദാഹരണങ്ങളേവ? വിദേശകാര്യം, പ്രതിരോധം, റെയിൽവേ, ബാങ്കിംഗ്, പൗരത്വം. സാധാരണഗതിയിൽ സംസ്ഥാന ഗവൺമെൻറ്റുകൾക്ക് നിയമനിർമ്മാണ അധികാരമുള്ള വിഷയങ്ങളുടെ പട്ടിക ഏത്? സംസ്ഥാന ലിസ്റ്റ് അഥവാ സ്റ്റേറ്റ് ലിസ്റ്റ്. സാധാരണഗതിയിൽ സംസ്ഥാന ഗവൺമെൻറ്റുകൾക്ക് നിയമനിർമ്മാണ അധികാരമുള്ള വിഷയങ്ങളുടെ പട്ടിക ഏത്? സംസ്ഥാന ലിസ്റ്റ് അഥവാ സ്റ്റേറ്റ് ലിസ്റ്റ്. ഭരണഘടന നിലവിൽ വരുമ്പോൾ സംസ്ഥാന ലിസ്റ്റിലുണ്ടായിരുന്ന വിഷയങ്ങൾ എത്ര? 66 വിഷയങ്ങൾ കേട്ടോ. ഭരണഘടന നിലവിൽ വരുമ്പോൾ സംസ്ഥാന ലിസ്റ്റിലുണ്ടായിരുന്ന വിഷയങ്ങൾ എത്ര? 66 വിഷയങ്ങൾ. സംസ്ഥാന ലിസ്റ്റിലെ വിഷയങ്ങൾക്ക് ഉദാഹരണങ്ങളേവ? കൃഷി, ജയിൽ, പോലീസ്, തദ്ദേശ സ്വയംഭരണം. സംസ്ഥാന ലിസ്റ്റിലെ വിഷയങ്ങൾക്ക് ഉദാഹരണങ്ങളേവ? കൃഷി, ജയിൽ, പോലീസ്, തദ്ദേശ സ്വയംഭരണം. കേന്ദ്ര ഗവൺമെൻറ്റിനും സംസ്ഥാന ഗവൺമെൻറ്റുകൾക്കും നിയമനിർമ്മാണ അധികാരമുള്ള വിഷയങ്ങളുടെ പട്ടിക ഏത്? സമവർത്തി ലിസ്റ്റ് അഥവാ കൺകറന്റ് ലിസ്റ്റ്. കേന്ദ്ര ഗവൺമെൻറ്റിനും സംസ്ഥാന ഗവൺമെൻറ്റുകൾക്കും നിയമനിർമ്മാണ അധികാരമുള്ള വിഷയങ്ങളുടെ പട്ടിക ഏത്? സമവർത്തി ലിസ്റ്റ് അഥവാ കൺകറന്റ് ലിസ്റ്റ്. കൺകറന്റ് ലിസ്റ്റിൽ
തുടക്കത്തിൽ എത്ര വിഷയങ്ങളുണ്ടായിരുന്നു? 47 വിഷയങ്ങൾ. കൺകറൻറ്റ് ലിസ്റ്റിൽ തുടക്കത്തിൽ എത്ര വിഷയങ്ങളുണ്ടായിരുന്നു? 47 വിഷയങ്ങൾ. കൺകറൻറ്റ് ലിസ്റ്റിലെ വിഷയങ്ങൾക്ക് ഉദാഹരണങ്ങൾ ഏവ? വിദ്യാഭ്യാസം, വനം, ട്രേഡ് യൂണിയനുകൾ, വിവാഹം, ജനനമരണ രജിസ്ട്രേഷൻ. കൺകറൻറ്റ് ലിസ്റ്റിലെ വിഷയങ്ങൾക്ക് ഉദാഹരണങ്ങൾ ഏവ? വിദ്യാഭ്യാസം, വനം, ട്രേഡ് യൂണിയനുകൾ, വിവാഹം, ജനനമരണ രജിസ്ട്രേഷൻ. 3 അധികാര പട്ടികകളിലും ഉൾപ്പെടാത്ത വിഷയങ്ങളെ എങ്ങനെ വിളിക്കുന്നു? അവശേഷിക്കുന്ന അധികാരങ്ങൾ. 3 അധികാര പട്ടികകളിലും ഉൾപ്പെടാത്ത വിഷയങ്ങളെ എങ്ങനെ വിളിക്കുന്നു? അവശേഷിക്കുന്ന അധികാരങ്ങൾ അഥവാ റെസിഡറി പവേഴ്സ്. അവശേഷിക്കുന്ന അധികാരങ്ങളിൽ നിയമനിർമ്മാണ അധികാരം ആർക്കാണ്? കേന്ദ്ര സർക്കാരിന് കേട്ടോ. അപ്പോൾ അവശേഷിക്കുന്ന അധികാരങ്ങളിലുള്ള നിയമനിർമ്മാണ അധികാരം ആർക്കാണെന്ന് ചോദിച്ചാൽ കേന്ദ്ര സർക്കാരിനാണ്. അവശേഷിക്കുന്ന അധികാരങ്ങൾക്ക് ഉദാഹരണം ഏവ? സൈബർ നിയമങ്ങൾ. അവശേഷിക്കുന്ന അധികാരങ്ങൾക്ക് ഉദാഹരണം ഏത്? സൈബർ നിയമങ്ങൾ. ഭരണഘടനയുടെ ലക്ഷ്യം ഭരണകൂടത്തിൻ്റെ സംവിധാനങ്ങൾ സൃഷ്ടിക്കുക മാത്രമല്ല, അവയുടെ അധികാരം പരിമിതപ്പെടുത്തുക എന്നതാണ്. കാരണം ഘടകങ്ങളുടെ അധികാരത്തിന്മേൽ ഒരു പരിമിതിയും ഏർപ്പെടുത്തിയില്ലെങ്കിൽ സമ്പൂർണ്ണ സ്വേച്ഛാധിപത്യവും പൂർണ്ണമായ അടിച്ചമർത്തലും ഉണ്ടാകും. ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഇപ്രകാരം അഭിപ്രായപ്പെട്ടതാണ് ഡോക്ടർ BR അംബേദ്കർ. ഭരണഘടനയുടെ ലക്ഷ്യം ഭരണകൂടത്തിൻ്റെ സംവിധാനങ്ങൾ സൃഷ്ടിക്കുക മാത്രമല്ല, അവയുടെ അധികാരം പരിമിതപ്പെടുത്തുക എന്നതാണ്. കാരണം ഘടകങ്ങളുടെ അധികാരത്തിന്മേൽ ഒരു പരിമിതിയും ഏർപ്പെടുത്തിയില്ലെങ്കിൽ സമ്പൂർണ്ണ സ്വേച്ഛാധിപത്യവും പൂർണ്ണമായ അടിച്ചമർത്തലും ഉണ്ടാകും. ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഇപ്രകാരം അഭിപ്രായപ്പെട്ടതാണ് ഡോക്ടർ BR അംബേദ്കർ. ഇന്ത്യയുടെ നിയമനിർമ്മാണ സഭയുടെ പേരെന്ത്? പാർലമെൻറ്റ്. ഇന്ത്യയുടെ നിയമനിർമ്മാണ സഭയുടെ പേരെന്ത്? പാർലമെൻറ്റ്. ഇന്ത്യൻ നിയമനിർമ്മാണ സഭയായ പാർലമെൻറ്റിൻ്റെ പ്രധാന ചുമതലകളേവ? നിയമനിർമ്മാണം, എക്സിക്യൂട്ടീവിനെ നിയന്ത്രിക്കുക, പൊതുഖജനാവിൻ്റെ സംരക്ഷകനായി പ്രവർത്തിക്കുക, ഇംപീച്ച്മെൻറ്റ് നടപടിക്രമങ്ങളിൽ ജുഡീഷ്യൽ അധികാരിയായി പ്രവർത്തിക്കുക, രാഷ്ട്രപതി ഉപരാഷ്ട്രപതി തിരഞ്ഞെടുപ്പുകളിൽ പങ്കാളിയാവുക, ഭരണഘടനാ ഭേദഗതി പരിഗണിക്കലും അംഗീകരിക്കലും. ഇന്ത്യൻ നിയമനിർമ്മാണ സഭയായ പാർലമെൻറ്റിൻ്റെ പ്രധാന ചുമതലകളേവ? നിയമനിർമ്മാണം, എക്സിക്യൂട്ടീവിനെ നിയന്ത്രിക്കുക, പൊതുഖജനാവിൻ്റെ സംരക്ഷകനായി പ്രവർത്തിക്കുക, ഇംപീച്ച്മെൻറ്റ് നടപടിക്രമങ്ങളിൽ ജുഡീഷ്യൽ അധികാരമായി പ്രവർത്തിക്കുക, രാഷ്ട്രപതി ഉപരാഷ്ട്രപതി തിരഞ്ഞെടുപ്പുകളിൽ പങ്കാളിയാവുക, ഭരണഘടനാ ഭേദഗതി പരിഗണിക്കലും അംഗീകരിക്കലും. ഇനി ലക്ഷ്യപ്രമേയം കേട്ടോ. ലക്ഷ്യപ്രമേയത്തെക്കുറിച്ചുള്ള പോയിന്റുകളാണ്. സ്വതന്ത്ര പരമാധികാര ഇന്ത്യയുടെ എല്ലാ അധികാരങ്ങളും ജനങ്ങളിൽ നിന്നുമായിരിക്കും ഉത്ഭവിക്കുക. സ്വതന്ത്ര പരമാധികാര ഇന്ത്യയുടെ എല്ലാ അധികാരങ്ങളും ജനങ്ങളിൽ നിന്നുമായിരിക്കും ഉത്ഭവിക്കുക. ഇന്ത്യയെ ഒരു സ്വതന്ത്ര പരമാധികാര റിപ്പബ്ലിക്കായി മാറ്റാനും അതിനായി ഒരു ഭരണഘടന തയ്യാറാക്കാനുമുള്ള ഗൗരവമേറിയ ദൃഢനിശ്ചയം പ്രഖ്യാപിക്കുന്നു. ഇന്ത്യയെ ഒരു സ്വതന്ത്ര പരമാധികാര റിപ്പബ്ലിക്കായി മാറ്റാനും അതിനായി ഒരു ഭരണഘടന തയ്യാറാക്കാനുമുള്ള ഗൗരവമേറിയ ദൃഢനിശ്ചയം പ്രഖ്യാപിക്കുന്നു. സ്വതന്ത്ര പരമാധികാര ഇന്ത്യ എന്നത് പഴയ ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രദേശങ്ങൾ, ഇന്ത്യൻ സംസ്ഥാനങ്ങൾ, ഇന്ത്യൻ യൂണിയന്റെ ഭാഗമാകാൻ തയ്യാറുള്ള ബ്രിട്ടീഷ് ഇന്ത്യക്ക് പുറത്തെ മറ്റു ഭാഗങ്ങൾ എന്നിവയുടെ ഒരു യൂണിയനായിരിക്കും. സ്വതന്ത്ര പരമാധികാര ഇന്ത്യ എന്നത് പഴയ ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രദേശങ്ങൾ, ഇന്ത്യൻ സംസ്ഥാനങ്ങൾ, ഇന്ത്യൻ യൂണിയന്റെ ഭാഗമാകാൻ തയ്യാറുള്ള ബ്രിട്ടീഷ് ഇന്ത്യക്ക് പുറത്തെ മറ്റു ഭാഗങ്ങൾ എന്നിവയുടെ ഒരു യൂണിയനായിരിക്കും. ഇന്ത്യൻ യൂണിയൻ രൂപവൽക്കരിക്കുന്ന പ്രദേശങ്ങൾ സ്വയംഭരണ യൂണിറ്റുകളായിരിക്കും. കൂടാതെ കേന്ദ്ര ഗവൺമെൻറ്റിൽ നിക്ഷിപ്തമാകാതെയുള്ള എല്ലാ അധികാരങ്ങളും ചുമതലകളും അവയ്ക്കും നൽകപ്പെടും. ഇന്ത്യൻ യൂണിയൻ രൂപവൽക്കരിക്കുന്ന പ്രദേശങ്ങൾ സ്വയംഭരണ യൂണിറ്റുകളായിരിക്കും. കൂടാതെ കേന്ദ്ര ഗവൺമെൻറ്റിൽ നിക്ഷിപ്തമാകാതെയുള്ള എല്ലാ അധികാരങ്ങളും ചുമതലകളും അവയ്ക്കും നൽകപ്പെടും. ഇന്ത്യയിലെ എല്ലാ ജനങ്ങൾക്കും സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയവുമായ നീതിയും പദവി സമത്വവും നിയമത്തിന് മുൻപിലെ സമത്വവും കൂടാതെ നിയമത്തിനും പൊതുധാർമ്മികതയ്ക്കും വിധേയമായി സംസാരം, ആവിഷ്കാരം, വിശ്വാസം, ആരാധന, തൊഴിൽ, സംഘടനയും പ്രവർത്തനവും എന്നീ മൗലിക സ്വാതന്ത്ര്യങ്ങളും ഉറപ്പാക്കുകയും സംരക്ഷിക്കുകയും ചെയ്യും. ഇന്ത്യയിലെ എല്ലാ ജനങ്ങൾക്കും സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയവുമായ നീതിയും പദവി സമത്വവും നിയമത്തിന് മുൻപിലെ സമത്വവും കൂടാതെ നിയമത്തിനും പൊതുധാർമ്മികതയ്ക്കും വിധേയമായി സംസാരം, ആവിഷ്കാരം, വിശ്വാസം, ആരാധന, തൊഴിൽ, സംഘടനയും പ്രവർത്തനവും എന്നീ മൗലിക സ്വാതന്ത്ര്യങ്ങളും ഉറപ്പാക്കുകയും സംരക്ഷിക്കുകയും ചെയ്യും. അപ്പോൾ ഇത്രയും പോയിന്റുകളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മാത്രമല്ല നിങ്ങളുടെ നിർദ്ദേശങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കാം. താങ്ക്